നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്മമാരോട്. അപ്പോഴാണ് ഒരു കലാകുടുംബത്തെ പരിചയപ്പെട്ടത്. ഒരു കലാപ്രതിഭയായ ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചു വരാം. അമ്മ എവിടുന്നാ വരുന്നത്? ആറ്റിങ്ങലിൽ നിന്നാണ് വരുന്നത്. പേര് രാമചന്ദ്രൻ. വർഷങ്ങളായിട്ട് പൊങ്കാലയിടുന്നുണ്ട്. എന്തോ ഒരു ആഗ്രഹം, എന്തോ ഒരു ആഗ്രഹത്തിനല്ല, അല്ല എന്തോ ഒരു ആഗ്രഹം ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? എനിക്ക് ഇതിന്റെ കണ്ടപ്പോഴേ, യൂട്യൂബിൽ കണ്ടപ്പോ എനിക്കൊന്ന് ഇതില് പാടണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. എന്ത് തോന്നി? പാടണമെന്ന് തോന്നി. പാടാനുള്ള വേദിയായത്. അപ്പൊ എന്താ പാട്ട് പാടാൻ പോകണോ? ശരി, ഇപ്പൊ പൊങ്കാലുള്ള ഇടയ്ക്കുള്ള വിശ്രമ വേള നമുക്ക് പാട്ട് പാടി ആസ്വദിക്കാം അല്ലേ? ഇതൊക്കെ ആരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലും. എന്റെ അനുജത്തി, മറ്റേ അനുജത്തിന്റെ മകൾ, അതിന്റെ മകൾ കൊച്ചുമോ. പാട്ട് പാടാൻ പോവാണ്. റെഡിയാണോ? ശരി, അപ്പൊ നല്ലൊരു പാട്ട് പാടാം അല്ലേ? പഴയ പാട്ട് ഇരിക്കണ്ടല്ലോ. അമ്പലപ്പുഴ നീ കണ്ണനോടു നീ എന്ത് പരിഭവം എന്നെ ഓടി വന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ത് നൽകുവാനോടി വന്നതാണ് നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിടാൻ ഗോപകന്യയായി വന്നതാണു. ഉണ്ണിക്കണ്ണനോടു എന്തു നൽകുവാൻ ഓടി വന്നതാണ്. ഈ പാട്ടിൽ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നമ്മളോട്. വേറെ അമ്മ സ്പോർട്സ് പ്ലെയറും കൂടിയാണ് കേട്ടോ. കൊക്കൊക്കെ ഉണ്ട്. കൊച്ചിലല്ലേ ഈ പാതൊക്കെ അപ്പൊ അതൊന്നും എന്തായാലും നടക്കില്ല. പക്ഷെ മിമിക്രി മോണാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. മിമിക്രിയിൽ ചെറിയൊരു ഐറ്റം എന്തെങ്കിലും കൽപ്പനയുടെ കാണാം. ഓ മതി. ഈ ചേച്ചി എന്താ പറയുന്നേ? ഒന്നും പറയുന്നില്ല. അത് വലിയ പാടാ. കുറച്ച് കഷ്ടപ്പാടുണ്ട്. പ്രാക്ടീസ് ഒക്കെ വേണമല്ലേ? അത് വേണം. ഒരു പാട്ടുകൂടി പാടുന്നോ? 2-3 പാട്ട് മനസ്സിലുണ്ടെന്നൊക്കെ നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ അന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമന്തരീക്ഷം. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ തരംഗം മുമ്പിൽ തുറന്നു വെച്ചു. അങ്ങയോടൊത്തൻ്റെ ജീവിതം പങ്കിടാൻ വിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമന്തരീക്ഷം. അപ്പൊ അതേ അന്തരീക്ഷത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത് ഇപ്പം അല്ലെ? ആ മോഹമായിട്ട് വന്നു അന്തരീക്ഷത്തില്. ഇപ്പൊ അനിയത്തിയാണ് പാട്ട് മൂളുന്നുണ്ടായിരുന്നു. അനിയത്തി പാടുമായിരുന്നു പണ്ട്. അനിയത്തി മിണ്ടത്തില്ല. ആണോ? ഒരു രീതിയിൽ സംസാരിക്കില്ല. ഇപ്പൊ ചിരിക്കാൻ കിട്ടി. ആണോ? ഞാനൊരു കാര്യം സത്യം പറയുവോ? എന്താ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരെന്താ? വസന്തകുമാരി. സത്യം പറ, കുഞ്ഞുനാളില് പാട്ടൊക്കെ പാടി വലിയ ബഹളം ഉണ്ടാക്കി നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നമൊന്നുമില്ല. എല്ലാം പാട്ടൊക്കെ പാടി. പ്രശ്നം ചെറുതായിട്ട്. എന്തായാലും ഇപ്പൊ ഒരുമിച്ച് പൊങ്കലിടാൻ വന്നിട്ട് എത്ര നാളായി? 7. ഞാൻ 15 കൊല്ലം. അപ്പൊ പാട്ടും കേട്ട് പൊങ്കാല ഇടാം ചേച്ചിയോട് വന്നാൽ അല്ലേ? എന്തായാലും അതെ, പുതിയ കാലത്തിന്റെ 2 പാട്ടുകാരുണ്ട്. മറുപാട്ട് വേണമല്ലോ. അതായത് അമ്മ പാടുമ്പോ അതിന് മറുപാട്ടുമായിട്ട് മക്കളുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ പാട്ടുകൂടെ കേൾക്കാം. ചെടകിട്ടിയ കാർ മുടിക്കെന്തിനി മുല്ലപ്പൂമലരെ കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേനിയടങ്ങി. ഈ പാട്ടിന്റെ വഴിയൊക്കെ ഇവിടുന്നാണ് തുടക്കം. എല്ലാ പാട്ടും കലർന്ന് നടക്കാണല്ലേ? ആണല്ലേ? എന്തായാലും ഇവിടെ വന്നാൽ
പാട്ടും കേട്ട് പൊങ്കാല കൂടാന്നുള്ളതാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി കഴിക്കാൻ പോകുന്ന വിശ്രമത്തിലാണ്. എന്തായാലും പൊങ്കാല കഴിയുന്നതോടുകൂടി 2 പാട്ടുകൂടെ വരും, പറ്റുമെങ്കിൽ ഒരു ഡുവറ്റ് കൂടെ പാടാൻ പറ്റും നമുക്ക്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പാട്ടൊക്കെ പാടി ആ ഒരു എനർജിയിലേക്ക് അവരും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ പൊങ്കാല ഇടാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പാട്ടുണ്ട്, ചെറിയ മിമിക്രി ഉണ്ട്, വിശേഷം പറച്ചിലുണ്ട്. വർഷങ്ങളായി പൊങ്കാല ഇടുന്നത്, അതിന്റെ കഥയൊക്കെ അമ്മയ്ക്ക് പറയാറുണ്ട്.